നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മലയിലെ പ്രസംഗമാണല്ലോ. തൻ്റെ ചുറ്റും കൂടിയിരുന്ന പ്രേക്ഷകരോട് ഈശോ പറഞ്ഞു. 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ പഠിപ്പിക്കുകയാണ്, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കുകയില്ല, പീഠത്തിന്മേലാണ് വെക്കുക, അപ്പോൾ അതെല്ലാവർക്കും പ്രകാശം നൽകും. ഇങ്ങനെ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഓരോ വിശ്വാസിയും പ്രകാശമാണ്. എങ്ങനെയാണ് അവൻ പ്രകാശമായി തീരുന്നത്? പ്രവൃത്തികളിലൂടെ. ഓരോരുത്തരുടെയും പീഠത്തിൽ തെളിച്ചു വെച്ച ദീപമായിരിക്കണം ഓരോ വിശ്വാസിയും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അത് സത്പ്രവൃത്തികളിലൂടെയാണ് സാധിക്കുന്നത്, നന്മ പ്രവൃത്തികളിലൂടെയാണ് സാധിക്കുക. അങ്ങനെ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശമാകാനാണ്. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമാകുന്നവരാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷികൾ അവരുടെ ജീവിതത്തിൽ മരണം അടുത്ത് വരുന്നുണ്ടെന്ന് കാണുമ്പോഴും ധീരതയോടുകൂടി മരണത്തിലേക്ക് നടന്നെടുക്കുന്നവർ അത്ഭുതത്തോടു കൂടി നാം വീക്ഷിക്കണം. അവർക്കതിനുള്ള ശക്തിയും കരുത്തും ദൈവം നൽകുകയാണ്. കാരണം ഞാൻ പ്രകാശമാണ്, ഇനി അത് മറ്റുള്ളവർക്ക് പീഠത്തിൽ തെളിച്ചു വെച്ച പ്രകാശമാണ്. എല്ലാവരിലേക്കും ആ പ്രകാശം എത്തണം. അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കി ശുശ്രൂഷ നിർവഹിച്ച വലിയ ധീരരായ വ്യക്തികൾ, രക്തസാക്ഷികളെ നാം അവരുടെ ജീവിതം പഠിക്കുകയാണ്, ധ്യാനിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ. ചൈനയിലെ രക്തസാക്ഷികളെയാണ് നാം ഓർക്കുന്നത്. ചൈനയിലേക്ക് സുവിശേഷം ആദ്യ നൂറ്റാണ്ടിലെത്തി എന്ന് കരുതുന്നു. എന്നാൽ 13-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്നുള്ള തീഷ്ണതയുള്ള മിഷണറിമാർ ചൈനയിലെത്തുന്നു. എന്നാൽ 1500കളുടെ അവസാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു കൃത്യതയോടുകൂടി സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുക. ചൈനയിൽ വളരെ വളക്കൂറുള്ള മണ്ണാണ് എന്ന് മനസ്സിലാക്കിയ മിഷണറിമാർ, പ്രത്യേകിച്ച് ഈശോ സഭ, സന്യാസ സമൂഹാംഗങ്ങൾ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവർ സുവിശേഷ പ്രഘോഷണത്തിലൂടെ, പുസ്തകങ്ങളിലൂടെ, സ്കൂൾ സ്ഥാപിച്ചത് വഴി, ആശുപത്രികൾ, ആതുരാലയങ്ങൾ അങ്ങനെ സ്ഥാപിക്കുക വഴി സുവിശേഷം പ്രഘോഷിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിലേക്ക് നല്ല സ്വാധീനം ചെലുത്തുവാൻ ഈ മിഷണറിമാർക്ക് സാധിച്ചു. കാരണം വളരെ പാവപ്പെട്ട മനുഷ്യരായിരുന്നു, അവർക്ക് സൗകര്യങ്ങളില്ലായിരുന്നു, പഠിക്കുവാനുള്ള സൗകര്യങ്ങളായി, ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളായി, അതെല്ലാം അവർ പ്രയോജനപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും സുവിശേഷം സ്വീകരിക്കുകയാണ്. എന്നാൽ 1700കളോടുകൂടി, 700ൻ്റെ സമാപനത്തോടുകൂടി വലിയ മതമർദ്ദനം ആരംഭിക്കുകയാണ്. വിശ്വാസ സമൂഹത്തിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ ചൈനയിൽ ആരംഭിച്ചു. നിരവധിയായ രാഷ്ട്രീയപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രഘോഷണത്തിൽ
അന്ന് വരെ ഉണ്ടായിരുന്ന ബുദ്ധമത വിശ്വാസം, കൺഫ്യൂഷനിസം, മറ്റ് അവരുടെ ജീവിത രീതികൾ, വിഗ്രഹാരാധന, ഇതിനെതിരെ ശക്തമായിട്ട് സുവിശേഷം പ്രഘോഷിച്ച അവരുടെ രീതികൾ, ഇതെല്ലാം എതിർപ്പുകൾക്ക് കാരണമായി തീർന്നു. എന്നാൽ ഇത്തരം എതിർപ്പുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. എന്നാൽ കടുത്ത മതമർദ്ദനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ചൈനയിൽ മുഴുവൻ എല്ലാ ഭാഗത്തും ചില പ്രൊവിൻസുകളിൽ പ്രത്യേകിച്ച് വലിയ മതമർദ്ദനം ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായി. ഓരോ പ്രൊവിൻസിലെയും ഗവർണർമാരുടെ തീഷ്ണത അനുസരിച്ച് ഈ മതമർദ്ദനത്തിൻ്റെ തീവ്രതയും വർദ്ധിച്ചിരുന്നു. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ഗുഷു പ്രൊവിൻസിൽ 2 വ്യക്തികൾ 2000 ഒക്ടോബർ 1 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ചൈനയിലെ ഈ ഗിഷു പ്രൊവിൻസിലെ 2 പേര് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ആ 2 വിശുദ്ധരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. പീറ്റർ വു ഗുഷെങ്, ജോസഫ് സാങ് ദപ്പെങ്. ഗുഷു പ്രൊവിൻസിലെ വിശുദ്ധ പീറ്ററും വിശുദ്ധ ജോസഫും. ചൈനയിലെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ബുദ്ധമതാചാരങ്ങളും കൺഫ്യൂഷനിസവുമായിരുന്നു വിശ്വാസധാരയിൽ ക്രിസ്തുമതം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഭരണപരമായ ഏകാധിപത്യവും സങ്കുചിത മനോഭാവവും മതത്തിൻ്റെ അടിത്തറയെയും വെല്ലുവിളിച്ചു. എന്നിട്ടും സ്വജീവൻ ബലികൊടുത്ത് മിഷണറിമാർ ചൈനയിലെ ക്രിസ്തു വിശ്വാസത്തിന് ജീവവായു നൽകി ഉയർപ്പിച്ചു. നിരവധി കൂട്ടക്കൊലകൾക്ക് ചൈന സാക്ഷിയായി. അതിലൊന്നാണ് 1814 ഗിഷു പ്രൊവിൻസിലെ കൂട്ടരക്തസാക്ഷിത്വം. ക്രൈസ്തവ വിശ്വാസികൾ തിങ്ങിപ്പാർത്തിരുന്ന ഗിഷുവിലേക്ക് പട്ടാളം ഇരച്ചെത്തുകയും ഗ്രാമം വളയുകയും ചെയ്തു. പള്ളിമുറ്റത്ത് കുരിശു ചവിട്ടി നടക്കാൻ വിശ്വാസികളോട് ആജ്ഞാപിച്ചു. വിസമ്മതിച്ചവരെ കഴുത്തിൽ കയറ് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഗിഷുവിലെ ഓരോ വിശ്വാസികളെയും അവർ തെരഞ്ഞുപിടിച്ച് ബന്ദികളാക്കി വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അവരിൽ പ്രധാനികളായിരുന്നു വിശുദ്ധ പീറ്ററും വിശുദ്ധ ജോസഫും. പലവിധ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചിട്ടും വിശുദ്ധ പീറ്റർ കൂട്ടാക്കിയില്ല. ജയിലിൽ അദ്ദേഹം സഹതടവുകാരോട് സുവിശേഷം പ്രസംഗിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിനെതിരെ തിരിക്കുന്നുവെന്ന കുറ്റം ചുമത്തി വിശുദ്ധനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധിവാചകം കേട്ട് എൻ്റെ യഥാർത്ഥ ഭവനമായ പറുദീസയിലേക്ക് ഞാൻ പോകുന്നുവെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ സന്തോഷത്തോടെ കൊലക്കളത്തിലേക്ക് നടന്നെടുക്കുന്നത്. പീറ്റർ വു ഗുഷെങ് ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കച്ചവടക്കാരനായിരുന്നു. ഹോട്ടൽ കച്ചവടം, ഹോട്ടൽ വ്യവസായമായിരുന്നു അദ്ദേഹം നടത്തിയത്. വലിയ ധനാഢ്യ കുടുംബം. അദ്ദേഹം അങ്ങനെ തൻ്റെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മിഷണറിമാരിൽ നിന്ന് യേശുവിനെ പറ്റി കേൾക്കുവാൻ ഇടയാകുകയാണ്. യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഹൃദയത്തിൽ സ്വന്തമാക്കി. പിന്നീട് അദ്ദേഹം ജീവിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന പാഠം അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്. മിഷണറിമാർ അദ്ദേഹത്തെ പഠിപ്പിച്ചു, ഏകരക്ഷകൻ യേശു ക്രിസ്തു, ഏകരക്ഷകൻ യേശുവാണ്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ പീറ്റർ വു ഈ വലിയ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രചോദനത്താൽ, ആ ചൈതന്യത്താൽ നിറഞ്ഞ് തീഷ്ണതയോടുകൂടി ജീവിക്കുകയാണ്. സുവിശേഷം ജീവിതത്തെ സ്വന്തമാക്കുകയാണ്. അദ്ദേഹവും കുടുംബവും ഒരുമിച്ച് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളും ദൂരെ എറിയുകയാണ്. പിന്നീട് വീട്ടിൽ ഒരു വിഗ്രഹവുമില്ല. തൻ്റെ ഭവനം മതപഠനശാലയാക്കി മാറ്റി. അദ്ദേഹം തന്നെ ഈശോയെ പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകനായി തീർന്നു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആളുകൾ ആദരിച്ചു. 600-ലധികം ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുവാൻ സാധിച്ചു.
1868 ജനിച്ച പീറ്റർ 1896 വിശ്വാസം സ്വീകരിക്കുന്നത്. അപ്പോൾ 96 വിശ്വാസം സ്വീകരിച്ചു. പിന്നെ 1814 നവംബർ മാസത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏകദേശം 10-18 വർഷം 20 വർഷത്തോളം അദ്ദേഹം സുവിശേഷം ധീരതയോടുകൂടി പ്രസംഗിക്കുകയാണ്. അദ്ദേഹം കിട്ടിയ അവസരം വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തി. എന്നാൽ 1814 നവംബർ മാസത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കടുത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം പതറിയില്ല. അദ്ദേഹം മരണം അടുത്ത് വന്നപ്പോൾ ഇപ്രകാരം അദ്ദേഹം പറയുകയാണ്, ഞാൻ കാണുന്നു, പരിശുദ്ധ അമ്മയെ കാണുന്നു, മാലാഖമാരെ കാണുന്നു. വലിയ സന്തോഷം, സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് സ്വർഗകിരീടത്തിന് അവസരം നൽകൂ എന്ന് ആരാച്ചാര്യന്മാരോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ കഴുത്ത്, അവർ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ ക്രിസ്ത്യാനികളെ കൊല്ലേണ്ടത് കഴുത്ത് ഞെരിച്ചാണ്. കഴുത്തിൽ കയറ് മുറുക്കി അദ്ദേഹത്തെ വധിച്ചു. വിശുദ്ധ പീറ്റർ ഒരു വിശ്വാസ ജീവിതത്തിലെ വലിയ സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്. പ്രതിസന്ധികളുടെയും വേദനകളുടെയും നിമിഷങ്ങളിലും തനിക്ക് ലഭിച്ച അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നില്ല വിശുദ്ധ പീറ്റർ വു. അതുകൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. ഇപ്രകാരം തന്നെയാണ് ജീവൻ സമർപ്പിച്ച അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരേ കാരാഗൃഹത്തിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഈ ഗുഷു പ്രോവിൻസിൽ തന്നെ 2000 ഒക്ടോബർ 1 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് ജോസഫ് സാങ്ഡപ്പെങ്. ബുദ്ധിമാനും സമർത്ഥനുമായിരുന്ന ജോസഫ് ചെറുപ്പം മുതൽക്കേ താവോയിസ്റ്റ് ചിന്താധാരയിൽ ആകൃഷ്ടനായിരുന്നു. പ്രായപൂർത്തിയാകവേ തുണിക്കച്ചവടത്തിലേക്ക് തിരിയുകയും കച്ചവടത്തിൻ്റെ ഇടവേളകളിൽ പുസ്തക വായനയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ ക്രിസ്തുവിനെയും അവിടുത്തെ പ്രബോധനങ്ങളെയും പരാമർശമുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ക്രിസ്തുമതത്തിലേക്ക് സ്വാധീനിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് 10 വർഷത്തോളം ശുശ്രൂഷവേല ചെയ്യുകയും സുവിശേഷ പ്രസംഗത്തിനിടയിൽ പിടിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ജനങ്ങളെ വഴിതെറ്റുകയും ചെയ്ത കുറ്റത്തിന് വിശുദ്ധനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി മരിക്കാൻ കിട്ടിയ ഭാഗ്യമോർത്ത് വിശുദ്ധൻ സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും കൊലക്കളത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്തു. വിശുദ്ധ പീറ്ററിനെ പോലെ വിശുദ്ധ ജോസഫ് സാങ്ഡപ്പെങ്ങും വിജാതീയ മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചത്. അൽമായർക്ക് എത്രമാത്രം സുവിശേഷം പ്രഘോഷിക്കുവാൻ സാധിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ജോസഫിൻ്റെയും ജീവിതം. അദ്ദേഹം വസ്ത്രവ്യാപാരിയായിരുന്നു. ആ വസ്ത്രവ്യാപാരത്തിൽ വളരെയധികം മുന്നിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മീയതയിൽ പിൻചൊല്ലുവാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താവോയിസം അദ്ദേഹത്തിൽ ചൈനയിൽ നിന്നിരുന്ന താവോയിസ് പ്രസ്ഥാനത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. മെഡിറ്റേഷനിലൂടെ ഈ പ്രകൃതിയിൽ എപ്രകാരം ഉള്ള ഒരു ജീവിതക്രമമാണുള്ളൂ അതിനോട് ചേർന്ന് സഞ്ചരിക്കുക, എളിമയോടുകൂടെ ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ഇതൊക്കെ ശക്തമായിട്ട് പഠിപ്പിച്ച താവോയിസത്തിനോട് ചേർന്ന് അദ്ദേഹം സഞ്ചരിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മീയത. അപ്പോൾ അതുകൊണ്ടുള്ള ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. ആ ധാരാളം വായിക്കുന്ന അവസരത്തിൽ അദ്ദേഹം കണ്ടുമുട്ടി യേശുവിനെക്കുറിച്ചുള്ള പുസ്തകവും. അത് അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ യേശുവിനെക്കുറിച്ച് അറിയുന്നതിന് മിഷണറിമാരുടെ പക്കൽ അദ്ദേഹം ചെന്നു. അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു. അവരിൽ നിന്ന് ഈശോയെക്കുറിച്ച് പഠിച്ചു. ഈശോ സ്നേഹമാണെന്ന് പഠിക്കുകയാണ്. സത്യവും നീതിക്കും വേണ്ടി ജീവിക്കണം എന്ന് മിഷണറിമാരിൽ നിന്ന്, യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുകയാണ്. പാപത്തിൽ നിന്ന് ദൂരെ അകലെ നിൽക്കണമെന്ന് ഉള്ള
ഈശോയുടെ പ്രബോധനം ഹൃദയത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയായിരുന്നു. എന്നാൽ അത് തിന്മയാണ്, വ്യഭിചാരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രവൃത്തികളിൽ നിന്നെല്ലാം, അതുപോലെയുള്ള ആഡംബരങ്ങൾ, സുഖലോലുപത എല്ലാറ്റിനോടും അദ്ദേഹം യാത്ര പറഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ: സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കോപത്തിലോ കലഹത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ഈ അപ്പസ്തോലൻ്റെ പ്രബോധനം വിശുദ്ധ ജോസഫ് ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതനുസരിച്ച് തൻ്റെ ഈ ലൗകികമായിട്ടുള്ള ആർഭാടങ്ങളും ആഡംബരങ്ങളും എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം അദ്ദേഹം നയിച്ചു. ആ അവസരത്തിൽ തൻ്റെ ഭവനത്തിൽ ധാരാളം ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് ഈശോയെ പകർന്നു നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ മിഷണറിയായി ഈ തൻ്റെ ജീവിതത്തിൽ ബിസിനസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഒരു മിഷണറിയായി ജീവിക്കുവാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ഉള്ള അവസരത്തിൽ അതിന് എതിരായിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ക്രിസ്തു മതത്തിനെതിരായിട്ടുള്ള പ്രവർത്തകർ 1814 നവംബർ മാസത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഈ മതമർദ്ദനം വരുന്നുണ്ട് എന്ന് കരുതി നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയതനുസരിച്ച് എല്ലാവരോടും ഒളിവിൽ പോകുവാൻ സ്ഥലത്തെ മെത്രാൻ വളരെ ശക്തമായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ ഇവർ ഒളിവിൽ പാർത്തു. ഒളിവിൽ പാർക്കുമ്പോഴും വിശുദ്ധ ജോസഫ് സുവിശേഷം പ്രസംഗിച്ചു. ആളുകളോട് ഗ്രാമങ്ങൾ തോറും വളരെ രഹസ്യമായിട്ട് ഒളി സങ്കേതത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഒളിസങ്കേതം ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു. ശത്രുക്കൾ, മതമർദ്ദകർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വളരെ പീഡകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. വിശുദ്ധ പീറ്ററിനോടൊപ്പം തന്നെ ഒരുമിച്ച് വിശുദ്ധ ജോസഫും ഒരേ കാരാഗ്രഹത്തിലായിരുന്നു. 1815 മാർച്ച് മാസം വിശുദ്ധ ജോസഫ് കഴുത്ത് ഞെരിക്കപ്പെട്ട് രക്തസാക്ഷിയായി തീർന്നു. അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ, കൊലക്കയറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കുവാൻ വന്നു, കരയരുത്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ കരയുന്നത് മരണത്തെ മുമ്പിൽ കണ്ടതുകൊണ്ടല്ല, എൻ്റെ സ്വർഗീയ കിരീടം, നിത്യതയുടെ കിരീടം ഇത്ര അടുത്തെത്തിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ്. 61-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യതയിലേക്ക് കടന്നുപോയി. അദ്ദേഹം മൃതശരീരം സംസ്കരിച്ചു. എന്നാൽ മൃതശരീരത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഇപ്പോഴും അതെ, അവിടെ ആ സംസ്കരിച്ച ആ സ്ഥലത്ത് വളരുന്ന ചെടികളെടുത്ത് ഭക്ഷിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ വലിയ അത്ഭുതമായിട്ട് ചൈനക്കാർ ആ കാലഘട്ടം മുതൽ കരുതുന്നു. ഇപ്പോഴും അങ്ങനെ കരുതുകയാണ്. അപ്പോൾ ഒരു രക്തസാക്ഷി എത്ര വലിയ ഭാഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിശുദ്ധ പീറ്ററും വിശുദ്ധ ജോസഫും രണ്ടുപേരെയും നാം അനുസ്മരിക്കുമ്പോൾ, രണ്ടുപേരെയും 2000 ഒക്ടോബർ 1-ാം തീയതി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാവർക്കും വിശുദ്ധരാകാൻ കഴിയും. പക്ഷെ രക്തസാക്ഷികളാകണം. എങ്ങനെ? സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട്. നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ അത് സ്വന്തം വിശുദ്ധീകരണം മാത്രമല്ല, സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി കർത്താവ് ഓരോ വിശ്വാസിക്കും നൽകുകയാണ്. വിശുദ്ധ പീറ്ററിനെ പോലെ, വിശുദ്ധ ജോസഫിനെ പോലെ നിങ്ങളുടെ ഭവനം ഒരു മതപഠനശാലയാണോ? മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു നൽകുന്നതിന് പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണോ എൻ്റെ ഭവനം? എൻ്റെ ഭവനം നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുവാൻ തക്ക പാകമായ രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടോ?
അത് രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ മദ്യം നമ്മൾ സൂക്ഷിക്കും, വിശ്വാസത്തിനെതിരായ വസ്തുക്കൾ സൂക്ഷിക്കും. നാം കാണുന്ന ടെലിവിഷനിലുള്ള പ്രോഗ്രാം പോലും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പരിപാടികളാണ്. ആഡംബരം, ആഘോഷങ്ങൾ, അത് നമുക്ക് നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന് എതിരായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രകാശമാകുവാൻ ഞാൻ പരിശ്രമിക്കണം. അതാണ് വിശുദ്ധ പീറ്ററും വിശുദ്ധ ജോസഫും നമുക്ക് നൽകുന്ന വലിയ സാക്ഷ്യങ്ങൾ. ചൈനയിലെ ആ വലിയ വിശുദ്ധർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറുണ്ടോ? വരൂ. നിങ്ങൾ മലമേൽ പണിതിരിക്കുന്ന പട്ടണമാണ്, പീഠത്തിൽ തെളിച്ചു വെച്ച ദീപമാണ്. പ്രകാശിച്ചുകൂടെ? പ്രകാശിക്കണം. അതിന് നമ്മെ ക്ഷണിക്കുകയാണ് ഈ വിശുദ്ധ രക്തസാക്ഷികൾ. നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. ആഡംബരത്തിനും സുഖലോലുപതയ്ക്കും എന്നെ തന്നെ സമർപ്പിക്കാതെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സദ്വചനം മറ്റുള്ളവരിലേക്ക് എന്നാൽ കഴിയുന്നത് വഴി ഞാൻ എത്തിക്കും. അതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചൈനയിലുള്ള വിശ്വാസ സമൂഹത്തെ നമുക്ക് ഓർക്കാം. അവരിപ്പോഴും വേദന സഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട വിശുദ്ധ പീറ്ററിനോടും വിശുദ്ധ ജോസഫിനോടും പ്രാർത്ഥിക്കാം. സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അവസരം അവർക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകട്ടെ. രക്തസാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.